ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുപാട് നാളായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടത്തിയും കൂടി പോയതാണ് കരുനാഗപ്പള്ളിയിലുള്ളൊരു ഷോപ്പിൽ. അപ്പം ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയത് അനാർക്കലി ടൈപ്പൊക്കെ എടുക്കാമെന്നുള്ളതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന് എൻ്റെ സെക്ഷനിൽ തന്നെ നോക്കി കേട്ടോ. അപ്പോൾ ലാർജ് മീഡിയം ടൈപ്പൊക്കെയാണ് എൻ്റെ അളവ് സൈസ്, അതാണ് നോക്കി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഈ ഒരു സൈസ് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് കിട്ടില്ല. എല്ലാവരും പറയും XXL, XXL ഒക്കെ കിട്ടാനാണ് പാടാണ്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും എൻ്റെ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ്, ഈ മീഡിയം ലാർജും ഒക്കെ. അങ്ങനെ കുറേ തപ്പി നോക്കി. ഞാൻ ഉദ്ദേശിച്ച അനാർക്കലി മോഡൽ ഒന്നും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നടന്നു സെർച്ച് ചെയ്തു, ഒത്തിരി നോക്കി സഹാറ അങ്ങനെ എന്തൊക്കെയോ പുതിയ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ച് പോയത്. അപ്പം ഏതെങ്കിലും നല്ലത് എൻ്റെ മനസ്സിലാണെങ്കിൽ അത് എടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ടോ. ഇത് നോക്കിയപ്പോൾ ഒരു പാനൽ കട്ട് അനാർക്കലി ആ ഒരു ടൈപ്പ് വരുമല്ലോ. അപ്പം ഇത് സിമ്പിൾ വർക്കിൽ വരുന്നതാണ്. അപ്പം ഒരുപാട് സിമ്പിൾ ആവാനും പാടില്ലെങ്കിൽ അത്യാവശ്യം വേണമല്ലോ. അങ്ങനെ കുറേ നമ്മൾ സെർച്ച് ചെയ്തു. എന്തായാലും ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ടോപ്പിൻ്റെ സെക്ഷനിലൊക്കെ പോയി. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പൊക്കെ കിട്ടും. 100-400 രൂപയുടെയൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ, 600 ആ ഒരു റേഞ്ചിലൊക്കെ. പിന്നെ ഈ പാൻറ്റിനൊക്കെ 129 രൂപയേ ഉള്ളൂ. എന്തോ ഓഫേഴ്സൊക്കെ നടക്കുമായിരുന്നു. അപ്പം കുറേ നല്ല പാൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പാൻറ്റൊക്കെ എടുത്തു. പിന്നെ ടീഷർട്ട്സും ഒക്കെ ഭയങ്കര ഓഫറിലുണ്ടായിരുന്നു. ഈ കാണുന്ന ടോപ്പ് 198 രൂപയുടെയാണ് കേട്ടോ. ഇതല്ല, ഇതിന് മുന്നേ കാണിച്ചത്. പിന്നെ ഇതൊക്കെ ഇത് 600 ആ ഒരു റേഞ്ചിൽ. അപ്പം പിന്നെ നമ്മൾ അമ്പായിയുടെ സെക്ഷനിൽ പോയിട്ട് മോന് ഡ്രസ്സ് എടുത്തു. ഒരു ജാക്കറ്റ് മോഡൽ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവന് പാൻറ്റൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അതെടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും പോയി ഞാൻ ടോപ്പ് സെക്ഷനിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് താഴെ വന്നപ്പം നമ്മൾ നിന്ന സെക്ഷനാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കേട്ടോ. അവിടെയാണെങ്കിൽ ടോപ്പ് അനാർക്കലി ഗേൾസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ താഴേക്ക് വന്നപ്പം നമ്മൾ സാരി സെക്ഷനിലേക്ക് ഒന്ന് വന്നു. സാരിയൊക്കെ നോക്കണമായിരുന്നു. അപ്പം ഇത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സാരികളൊക്കെ കിടക്കുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് 1000 രൂപയുടെ ആണെങ്കിൽ 1000 രൂപയുടെ നല്ല ഐറ്റം കിട്ടും കേട്ടോ. നല്ല സാരികളൊക്കെ കിട്ടും, അത്യാവശ്യം ഒതുങ്ങുന്ന സാരികളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ എടുക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ സാരിയും കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു ഹൈക്കോബ ബ്ലൗസിന് തുണി എടുക്കണമായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ എടുത്തു. പിന്നെ ഞാനിത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, 365 രൂപയാണ് പെർ മീറ്ററിനുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ അവിടെയൊക്കെ കറങ്ങി നമുക്ക് വേണ്ടുന്ന മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ സാധനമൊക്കെ ആയിട്ട് ബില്ലടിക്കാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എൻ്റെ കണ്ണ് ടീഷർട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ അത്യാവശ്യം 100 രൂപ, 129 ആ റേഞ്ചിൻ്റെയൊക്കെ ടീഷർട്ട്സും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷർട്ടൊക്കെ എടുത്തു നേരെ കമ്മലിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ തന്നെ അകത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ. അപ്പം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. നല്ല കമ്മൽ കളക്ഷൻസാണ്. എല്ലാ വെറൈറ്റീസ് ആയിട്ടുള്ള കമ്മൽ കിട്ടും. അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും മേക്കപ്പ് ഐറ്റംസ് ഫുള്ളി ഉണ്ട്. അപ്പം നമുക്ക് റെൻ്റലല്ല ബ്രൈഡൽസിൻ്റെ ജ്വല്ലറീസ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ബില്ലൊക്കെ അടിച്ച് നേരെ വെളിയിലിറങ്ങിയപ്പോഴാണ് ഇരുട്ടിയെന്ന് മനസ്സിലായത്. നമ്മൾ വൈകിട്ട് പോകുന്നത് ഒരു 4:30 ആയപ്പോഴാണ്, ഇറങ്ങുന്ന ഒരു 7 മണി ആ ഒരു റേഞ്ച് ആയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പായി കേട്ടോ. ഇത്രയും നേരമായിട്ട് നിൽക്കുകയല്ലേ. നേരം നിന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ഷവർമാക്സിലേക്ക് കയറി കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇത്രയും ടൈം കളയണ്ടല്ലോ, വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.